പ്രളയബാധിത പ്രദേശങ്ങൾക്ക് പ്രത്യേകിച്ചും സംസ്ഥാനങ്ങൾക്ക് SDRF ഫണ്ട് അനുവദിച്ച് കേന്ദ്രം. എന്നാൽ ഈ ഫണ്ട് അനുവദിക്കുമ്പോൾ കേരളം ആ ലിസ്റ്റിൽ ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. 2117.85 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 7 സംസ്ഥാനങ്ങൾക്കാണ് ഈ പണം അനുവദിച്ചിട്ടുള്ളത്. പട്ടികയിൽ ഇപ്പോൾ കേരളമില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അസം, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് പണം അനുവദിച്ചിട്ടുള്ളത്. അസം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ സ്ഥിതി വിലയിരുത്താനായി തന്നെ മന്ത്രിതല സമിതിയെ നിയോഗിച്ചിരുന്നു. അരുണാചൽ പ്രദേശിന് 44.55 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അസമിന് 379 കോടിയിലധികം രൂപ അനുവദിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്ക് 500 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിന് 193 കോടിയിലധികം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ രീതിയിലുള്ള ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. 8 പേർക്ക് മരണം ഉണ്ടായി, 8 പേരെ കാണാതായി, നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി, നിരവധി വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ സാഹചര്യമുണ്ട്. പല ഇടങ്ങളിലും വെള്ളം കയറിയിട്ട് തിരിച്ചിറങ്ങാത്ത അവസ്ഥയാണ്. ശക്തമായ മഴയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 5000-ലധികം പേരുകൾ കഴിയുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടും കേരളത്തെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും കേരളത്തെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ഇനി മറ്റൊരു മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യം കൂടി അന്വേഷിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഏതായാലും നിലവിൽ ഈ 7 സംസ്ഥാനങ്ങൾക്കാണ് SDRF ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.